PM ശ്രീയിൽ CPI അനുനയിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് വ്യവസ്ഥകൾ പരിശോധിക്കാനുള്ള സമിതിയിൽ CPI മന്ത്രിമാരെയും ഉൾപ്പെടുത്തും. ഉചിതമായ തീരുമാനമില്ലെങ്കിൽ നിർവാഹക സമിതിയിൽ നിർണായക നടപടികളെന്ന് CPI. എക്സിക്യൂട്ടീവ് യോഗം നാളെ ആലപ്പുഴയിൽ. ഫണ്ട് ഉപേക്ഷിക്കാനാവില്ലെന്നും നിയമോപദേശം തേടിയെന്നും മന്ത്രി വി ശിവൻകുട്ടി. പിണറായിയെ ബ്ലാക്ക്മെയിൽ ചെയ്തതാരെന്നും MA ബേബി വിധേയനെ പോലെയെന്നും VD സതീശൻ. അടിമാലി മണ്ണിടിച്ചിലിൽ കൈകഴുകി ദേശീയപാത അതോറിറ്റി. അപകടമുണ്ടായ സ്ഥലത്ത് ഒരു നിർമ്മാണവും നടന്നിരുന്നില്ലെന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും വിശദീകരണം. ഇന്നലെ രാത്രി ഉണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ചത് കൂമ്പാൻപാറ സ്വദേശി ബിജു. ഗുരുതര പരിക്കേറ്റ ഭാര്യ സന്ധ്യയെ പുറത്തെടുത്തത് 5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ ഇടുക്കി ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബംഗളൂരുവിൽ വൻ ഭൂമി ഇടപാടുകളെന്ന് SIT. സുഹൃത്തായ രമേശ് റാവുമായി ചേർന്ന് കോടികളുടെ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടി. പോറ്റിയുടെ തെളിവെടുപ്പ് പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് എത്തിച്ചു. പ്രതികൾക്ക് ഒത്താശ ചെയ്യുന്നത് ദേവസ്വം മന്ത്രിയും ബോർഡുമെന്ന് പ്രതിപക്ഷം. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത കുടുംബം. നിയമ നടപടി PP ദിവ്യ, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ച TV പ്രശാന്തൻ എന്നിവർക്കെതിരെ PP ദിവ്യയ്ക്കും പ്രശാന്തനും നോട്ടീസ് അയച്ച് പത്തനംതിട്ട സബ് കോടതി.